വാഴയ്ക്കകത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഉണ്ടായിക്കഴിഞ്ഞു എന്ന് മണ്ണിന് മനസ്സിലാക്കിയിട്ട് അത് നേടുകയാണ്. വാഴയുടെ തടയിൽ പുറമെ ചെറു ദ്വാരങ്ങളാണ് കാണുക. ചിലപ്പം ഈ ആക്രമണം രൂക്ഷമാകുകയും ചെയ്യും. ഈ അകത്തിരിക്കുന്ന പുഴുവിനെ ശ്വസിക്കാൻ വേണ്ടി വായു അറകൾ ഉണ്ടാക്കും. ആ വായു അറകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള അറകൾ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ കാറ്റ് കയറാൻ വേണ്ടി. നമ്മൾ കീടത്തിന്റെ ആക്രമണം ഉള്ള ഭാഗത്ത് നിന്നും ഒരുതരം കൊഴുത്ത ദ്രാവകം ഒലിച്ചിറങ്ങി വരുന്നതാണ്. അതിൻ്റെ ഏതാണ്ട് ഒരു വിരലകലം താഴെ നമുക്ക് ഈ CTCRI തന്നെ വികസിപ്പിച്ചെടുത്ത പ്രത്യേകതരം നീഡിലുണ്ട്. ആ നീഡിൽ നമ്മൾ കുത്തി വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യാവുന്നതാണ്. ഒരു സാധാരണഗതിയിൽ നമുക്കൊരു 15 ml മരുന്ന് മതിയാകും ഇത്തരത്തിലുള്ള ഒരു കീടബാധ നിയന്ത്രിക്കുന്നതിനായിട്ട്. CTCRI വികസിപ്പിച്ചെടുത്ത ഈ നന്മ, മേന്മ എന്നീ 2 കീടനാശികൾ നടപ്പുകയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത് കീടനിയന്ത്രണത്തിനുപരിയായി മറ്റു പല ഉപയോഗങ്ങളും ഇതിനുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് അത് കണ്ടത് ഈ 2 മരുന്നുകൾ വാഴയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാഴയുടെ ഹരിതകത്തിന്റെ അംശം കൂടുന്നതായി കണ്ടിട്ടുണ്ട്. ഈ ഹരിതകത്തിന്റെ അംശം കൂടുന്നതായതുകൂടി ഇതിന്റെ വിളവിൽ സാധാരണ കൃഷിക്കാർക്ക് ഏകദേശം 1 മുതൽ 2 കിലോഗ്രാം വരെ വിളവ് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കീടനിയന്ത്രണത്തിന് ഉപരിയായിട്ട് കിട്ടുന്ന ഒരു നല്ല വശമാണ്. ഇത് കൂടാതെ ഒരു പ്രധാന ഒബ്സർവേഷൻ കണ്ടിട്ടുള്ളത്, ഇത് തളിച്ച വാഴത്തോട്ടങ്ങളിൽ വാഴയിൽ കാണുന്ന രോഗമായിട്ടുള്ള സിഗറ്റോക എന്നുള്ള പുള്ളിക്കുത്ത് രോഗത്തിന്റെ ഇന്റൻസിറ്റി വളരെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് പുഴുക്കളെ നശിപ്പിക്കുവാനും മറ്റൊന്ന് കീടങ്ങൾ വാഴകളെ ആക്രമിക്കാതിരിക്കാനും സ്പ്രേ ചെയ്യുന്നതാണ്. വാഴകൾ ശുദ്ധമാക്കിയിട്ടാകണം മരുന്നുകൾ ഉപയോഗിക്കുവാൻ. ഈ മരുന്നുകൾ കേരളത്തിലെ 3 പ്രധാന സ്ഥലങ്ങളിൽ പ്രയോഗിക്കുവാൻ അവർ തിരഞ്ഞെടുത്തു. തിരുവനന്തപുരത്തെ പള്ളിച്ചൽ ഫാർമേഴ്സ് സംഘമായ സംഘമൈത്രി എന്ന സ്ഥാപനം കൂടാതെ മലപ്പുറത്തും കാസർകോട്ടും പരീക്ഷിച്ചു. ഞാൻ 25 വർഷം കൊണ്ട് ഈ നേന്ത്രവാഴ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. എന്നിട്ട് ഞാൻ ഇതുവരെയും കാലം ഇപ്പോൾ ചെയ്തതിന് മുമ്പായിട്ട് എല്ലാം കീടനാശിനി മാരകമായ മറ്റു കീടനാശിനികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ CTCRI കണ്ടുപിടിച്ച് തന്ന മരച്ചീനി ഇലയിലുള്ള കീടനാശിനി, ജൈവ കീടനാശിനിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മരച്ചീനി ഇലയിൽ നിന്ന് ഞങ്ങൾ 2-3 കീടനാശിനി ഉണ്ടാക്കി. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം മരച്ചീനി ഇല പശുവും ആടുകളും തിന്നാൻ നേരത്ത് ചില പശു ചാവുന്നു, ചില ചാവുന്നില്ല. ചാവാത്തതിന് കാരണം റോഡിനേസ് എൻസൈം ഉള്ള പശുവാണെങ്കിൽ ആ കീടനാശിനി, ആ വിഷവസ്തുവിനെ ഡീടോക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ചാവാണ്ടിയും കാരണം ആയിക്കോട്ടെ. അങ്ങനെ ഉണ്ടാക്കിയ ഈ കീടനാശിനിയും 1 കിലോ ഇലയിൽ നിന്നും ഞങ്ങൾക്ക് അങ്ങനെ 5 മുതൽ 7 വരെ ലിറ്റർ കീടനാശിനി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 30,000 വാഴകളിലാണ് ഈ മരുന്നുകൾ പരീക്ഷണം നടത്തുകയുണ്ടായത്. അതിലവർ വിജയം കണ്ടെത്തുകയും ചെയ്തു. CTCRI വഴി തന്ന ഈ ജൈവ കീടനാശിനി ഉപയോഗിച്ച ശേഷം വാഴയൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഓടിയുന്നില്ല. ബലമുണ്ട് ഇടയ്ക്ക്. അല്ലെങ്കിൽ ലാസ്റ്റ് ഉരം വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഒടിഞ്ഞു വീഴുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. തടയ്ക്കൊരു ബലമുണ്ട്. അത് നമ്മൾ നോക്കാൻ തന്നെ അറിയാൻ പറ്റും. വാഴയെ ബാധിക്കുന്ന തടപ്പുഴുവിനെതിരെ CTCRI വികസിപ്പിച്ചെടുത്ത നന്മ എന്ന ഈ ജൈവ കീടനാശിനി ഞങ്ങൾ വാഴയിൽ കുത്തിവെക്കുന്നുണ്ടായി. തൽഫലമായി അങ്ങനെ കുത്തിവെച്ച വാഴക്കായി എന്തെങ്കിലും വിഷാംശമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ കെമിസ്ട്രി പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, യാതൊരുവിധ വിഷാംശവും നമുക്ക് ആ വാഴക്കായിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് മേന്മ മരച്ചീനി ഇലയിൽ നിന്ന് ലഭിക്കുന്ന മരച്ചീനി ഇലയിൽ നിന്നുണ്ടാക്കുന്ന ഒരുതരം ജൈവ കീടനാശിനിയാണ്. ഇതിന്റെ ജൈവ കീടനാശിനിയായ ഇത് എങ്ങനെയാണ് ഒരു ജൈവത്തെ കൊല്ലുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ എക്സ്പെരിമെന്റ്.
ഇത് പയറിൽ വരുന്ന വണ്ടുകളാണ്. ഇതുമാതിരി ഒരുപാട് വണ്ടുകളുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ജൈവ കീടനാശിനി വെച്ച് നശിപ്പിക്കുന്നതെന്ന് കാണാം. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ധനസഹായത്തോടു കൂടിയാണ് ഈ ജൈവ കീടനാശിനികളെ കണ്ടുപിടിച്ചത്. ശാസ്ത്രകാരന്മാരും റിസർച്ച് അസിസ്റ്റന്റുമാരും ഇതിന്റെ കണ്ടെത്തലിന് സഹായം നൽകിയിരുന്നു. ബാബു എത്ര വർഷമായി ഈ വാഴകൃഷിയിലുണ്ട്? 25 വർഷമുണ്ട്. വേറെ എന്തൊക്കെയാണ് കൃഷിയുള്ളത്? വേറെ പച്ച പാവല്, പടവലം, പയർ ഇതെല്ലാം കൃഷി ചെയ്യും. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ എവിടെയാണ് കൊടുക്കുന്നത്? സംഗമേത്രി. പൊതുവെ ഇപ്പോഴത്തെ നേന്ത്രയുടെ കായുടെ വില എന്താണ്? ഇപ്പൊ ഈ ആഴ്ചയിൽ 40 രൂപ. 40. ഈ ഇതിന്റെ വിപണനം എവിടെയാണ്? സംഗമേത്രി വഴിയാണ് കാണാൻ. റെഡി കാശായിട്ട് കിട്ടുന്നത്. ഈ സാധാരണ ഈ വാഴയ്ക്ക് ഒത്തിരി അസുഖമുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അസുഖമുണ്ട്. വിശേഷം തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കന്നിന് മരക്കരയായിരുന്നാലും ശരി, അതുപോലെ വാഴയായിരുന്നാലും ശരി, ഒത്തിരിയേറെ ഈ വിഷാംശമുള്ള സാധനമാണ് വരുന്നത്. ഇതിനു മുമ്പ് എന്താണ് ഇപ്പം ബാബുവിന് ഈ വാഴക്കൃഷിയെ കുറിച്ചൊരു അനുഭവം പറയാൻ പറ്റും? ഇപ്പൊ അനുഭവം പറയാൻ പറ്റുന്നത് പിന്നെ ജൈവ കീടനാശിനി നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാതിരുന്നത്. ഇപ്പൊ ജൈവ കീടനാശിനി ഈ CTS വഴി തരാമെന്ന് പറയുകയും നമ്മളെ ഒരു 10 കർഷകരെ ഇവിടെ തിരഞ്ഞെടുക്കുകയും അതനുസരിച്ച് തന്നപ്പോഴത്തേക്ക് അത് തന്നെ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു. ജൈവ കീടനാശിനി കിട്ടിയാലല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ കിട്ടാതിരുന്ന സമയത്ത് നമ്മൾ മറ്റു നാശിനികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാരകമായ എന്തൊക്കെയായിരുന്നു നേരത്തെ? ഫ്രൂഡാന്, ഫോറേറ്റ്, ഇൻഡോഫില്, പിന്നെ പ്ലാസ്റ്റിക് വളരെ മാരകമായ വിഷം. അത് ഏതൊക്കെ അവസ്ഥയിലാണ് ഇടുന്നത്? നടുന്നത് മുതൽ തുടങ്ങും. നടുന്നത് മുതൽ ഇട്ട് തന്നെ നടന്നത്. അവസാനം അത് ചുവട്ടിലും കവളിലും ഇടും. അത് എത്ര മാസം വരെ ഇടും? ഏകദേശം ഒരു 3/4 വാഴ ആകുന്നത് വരെ ഇടും. 3 മാസം മുതൽ 6 മാസം വരെ ഉപയോഗിക്കും. 3 മാസം കറണ്ടിനായിട്ട് ഉപയോഗിക്കും. അത് ഏത് രോഗത്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? അത് കടപ്പുഴുവിനും മാണരോഗത്തിനും പിന്നെ മൂട് ചീയലിന് ഇതിനൊക്കെയാണ് ഓരോ ഐറ്റം. വാഴയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇപ്പൊ തടപ്പുഴുവാണ്. മറ്റ് ഇതെല്ലാം കുഴപ്പമൊന്നുമില്ല. മറ്റു രോഗങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. അത് നമുക്ക് തടയാൻ കഴിയും. വരലടപ്പൻ എന്ന് പറയുന്ന അസുഖത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയില്ല. ഇതാണ് ഇപ്പൊ കൃഷിക്കാരെ ഏറ്റവും ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തടപ്പുഴുവാണ്. അപ്പൊ ഇതെങ്ങനെ കേട്ടറിഞ്ഞാണ് ഈ പുതിയ ഒരു മാർഗം സ്വീകരിച്ചത് ബാബു? പുതിയ മാർഗം സ്വീകരിച്ചത് പിന്നെ ഒന്ന് വിഷമില്ലാത്ത ആഹാരം കഴിക്കണമെന്നുള്ള ഒരു മനസ്സ്. അപ്പൊ ഞാൻ ഈ മുമ്പ് കീടനാശിനികൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നവും എന്റെ വീട്ടിൽ കൊണ്ടുപോകാറില്ല. ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. പിന്നെ വാങ്ങി കൊടുക്കുന്നതിൽ കാണുമായിരിക്കാം, അത് നമ്മൾ അറിയുന്നില്ല. ഇതിൽ ഞാൻ കൂടുതൽ വിഷം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അത് വീട്ടിലോട്ട് കൊണ്ടുപോകാറില്ല. മാർക്കറ്റിലേക്കും വെക്കും, അങ്ങ് പോകും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഒരു കായെങ്കിലും എനിക്കും എന്റെ കുട്ടിയെ കഴിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ജൈവ കീടനാശിനി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇതെങ്ങനെ അറിഞ്ഞു? ഇത് സംഗമേത്രി വഴി TTCR അവിടെ വന്ന് കർഷകരെ വിളിച്ചു കൂട്ടി സംസാരിച്ച് ഇങ്ങനെ ഒരു പദ്ധതി, ഒരു മരുന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് പ്രയോജനപ്പെടും, ഉപയോഗിച്ച് നോക്കാം എന്ന് പറഞ്ഞു. ഇതിപ്പം ഈ വിളവ് തൊട്ടാണോ തുടങ്ങിയത്? ഈ വിളവ് തൊട്ടാണ്. ഇപ്പൊ എത്ര മാസമായി? 3 മാസമായി. 3 മാസം ആയപ്പോഴേ ഈ വാഴയുടെ 3 മാസം പ്രായമായപ്പോഴാണ് ഈ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പം മുറിക്കാറായി. വരും നാടുകളിൽ സംഗമേത്രിയുടെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് നാച്ചുറൽ എത്തിനോൾ ഉപയോഗിച്ചുള്ള റൈപ്പിനിങ് ചേമ്പറും അതുപോലെ തന്നെ ബനാന പ്രോസസ് ചെയ്ത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്തതിനുള്ള ബനാന ചിപ്സ് മേക്കിംഗ് മെഷീനും ഇൻഡോറിൽ നിന്ന് അതിന്റെ CEO ഉൾപ്പെടെ ഇന്നലെ വന്ന് അതിന്റെ എഗ്രിമെന്റ് SHM വഴി ഒപ്പിട്ട് കഴിഞ്ഞു. അത് 3 മാസം കഴിയുമ്പോൾ അത് പ്രാവർത്തികമാക്കിയാൽ നാച്ചുറൽ എത്തിലും കൊണ്ട് പഠിപ്പിച്ച ബനാന കയറ്റുമതി ചെയ്യുവാനും ചിപ്സ് നല്ല ആധുനികമായ ചിപ്സ് കയറ്റുമതി ചെയ്യുവാനും സംഗമേത്രി ലക്ഷ്യമിടുന്നു. സംഗമേത്രി 5 ലക്ഷം കർഷകർ നിലവിൽ വാഴ കൃഷി, പച്ചക്കറി കൃഷി ചെയ്യുന്നു. കർഷകർക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് 40% വാഴയിൽ തടപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടുകൊടുക്കുന്ന ഒരു 10 വർഷത്തിനിപ്പുറം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കമ്പോളത്തിലുള്ള പല മരുന്നുകളും ഈ മണ്ണിൽ നിന്നും ജലത്തിലും തങ്ങിയെങ്കിലും 400 വർഷം വരെ നിൽക്കുമെന്നാണ്. അത് മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയെ നശിപ്പിക്കുന്ന ഒരു സമയത്താണ്
CTCRI ഈ കർഷകരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വാഴ കൃഷി അന്വേഷിച്ച് വന്നപ്പോഴാണ് സംഘമൈത്രിയിൽ വന്നുപെട്ടത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഒരു 10,000 മൂട് വാഴയിൽ പരീക്ഷിക്കണം, അത്രയും കർഷകരെ വേണം. ഞാൻ പറഞ്ഞു 1,00,000 മൂട് വാഴ പരീക്ഷിക്കുവാൻ ഇപ്പോഴും നിലവിലുണ്ട്, 4 മാസം പ്രായമായുള്ള വാഴയാണ്. അങ്ങനെ അവർ തന്നെ മേന്മയും നന്മയും 2 കീടനാശിനികൾ, ജൈവ കീടനാശിനി, മനുഷ്യരിൽ നിന്ന് തന്നെ എടുക്കുന്ന കീടനാശിനി, ജൈവ കീടനാശിനി സംഘമൈത്രിയുടെ 9 കർഷകരിൽ 10,000 മൂട് വാഴയിൽ അത് പരീക്ഷിച്ചു. അത് വളരെ 100% വിജയം ഉണ്ടായി. മാത്രമല്ല, സാധാരണ വാഴക്കൊലയിൽ കിട്ടുന്നതിൽ നിന്ന് 2 കിലോ ഉത്പാദനം കൂടി. അങ്ങനെയും ഒരു വാഴയിൽ നിന്ന് 70 രൂപയുടെ വില വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നല്ല ഗ്രോത്ത് കിട്ടി, പച്ച കളർ കിട്ടി. വാഴ ഒടിയുന്നതിനും മറ്റുള്ള സാഹചര്യങ്ങൾ ഒഴിവായി നല്ല ഉത്സാഹപൂർവമായി സസ്യം വളരുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ ജൈവ കീടനാശിനിയാണ് CTCRI വികസിപ്പിച്ചെടുത്തത്. അത് 2 കൽപ്പിച്ച് സംഘമൈത്രി പ്രാവർത്തികമാക്കുവാൻ കർഷകരെ സന്നദ്ധമാക്കി ഇറക്കി. അവരതിനുള്ള ഇൻപുട്ടും മറ്റു സഹായങ്ങളും CTCRI ഫാർമർക്ക് നേരിട്ട് നൽകി. അതിന്റെ വിജയാഘോഷവും വിളവെടുപ്പുമാണ്. പക്ഷേ അതിലൊരു കാര്യം, ഞങ്ങൾക്ക് കർഷകർക്ക് ഇനിയും ആശങ്കയുണ്ട്. CTCRI ഗവേഷണത്തിൽ കണ്ടുപിടിച്ചെങ്കിലും കർഷകന് ഈ ജൈവ ഉൽപ്പന്നം മേന്മയും നന്മയും സ്ഥിരമായി ഇനി കർഷകരിലേക്ക് കേരളത്തിലെ കർഷകന് എത്തണമെങ്കിൽ ഗവൺമെന്റ് ഈ വികസിപ്പിച്ചെടുത്ത ഈ സംരംഭവും ഈ ശാസ്ത്രത്തിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കർഷകന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നതിന് ഈ ജൈവ ഉൽപ്പന്നം വിപണിയിൽ ഇറക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് കൃഷിക്കാരിലേക്ക് എത്തുന്നതോടൊപ്പം നമുക്ക് ബനാനയിൽ അതുപോലെ തന്നെ മറ്റിനം വാഴകളിൽ 100% വിജയമെത്താൻ സാധിക്കുമെന്നാണ് അനുഭവപ്പെടുത്തുന്നത്. മാത്രമല്ല, പപ്പായ പച്ചക്കറിയിൽ വരുന്ന മീലി ബഗ് ഒരു വലിയ ശാപമായി മീലി ബഗിന് മാറി. അതിനും ഈ മേന്മയും അതുപോലെ തന്നെ മേന്മ ഉപയോഗിച്ചത് കാരണം നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതും മീലി ബഗിന്റെ ആക്രമണം പപ്പ നശിച്ചു പോകുന്നതിന് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ, അതായത് ദുബായിൽ ഉൾപ്പെടെ അവര് ഇതിപ്പോ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CTCRI ഇപ്പൊ 20 ലിറ്റർ മാത്രം ഉണ്ടാക്കുവാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ അടുത്ത RKBO ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ഇതൊരു വലിയ വ്യവസായമാക്കി മാറ്റി 200 ലിറ്റർ ദിവസം പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുവാനുള്ള ടെക്നോളജിക്ക് വേണ്ട നിർദ്ദേശം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷൻ CTCRIക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അനുഭവപൂർവമായ സമീപനമാണ് കർഷകരോട് സ്വീകരിക്കുന്നത്. CTCRI വികസിപ്പിച്ചെടുത്ത ജൈവ കീടനാശിനിയുടെ പരീക്ഷണവും വിജയാഘോഷവും സംഘമൈത്രിയുടെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലത്ത് നടത്തുകയുണ്ടായി. അധ്യക്ഷനായി ഡെപ്യൂട്ടി സ്പീക്കർ N. ശക്തനും മറ്റ് പ്രമുഖ വ്യക്തികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടാതെ കർഷകരെ ആദരിക്കുകയും കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ പങ്കെടുത്ത വ്യക്തികൾക്ക് നൽകുകയും ചെയ്തു. പച്ചക്കറി വിളകളായ കാച്ചിൽ, മരച്ചീനി, കൂവക്കിഴങ്ങ് എന്നീ വിളകൾക്കും ഈ കീടനാശിനികൾ ഉപകാരപ്രദമാണ് എന്ന് കണ്ടെത്തി. ഈ ഉൽപ്പന്നങ്ങൾ ധാരാളമായി നിർമ്മിച്ച് കർഷകരിൽ എത്തിക്കേണ്ടത് ഇന്നൊരു ആവശ്യമായിരിക്കുന്നു. അതിനുള്ള നടപടികൾ എത്രയും വേഗം തന്നെ ഗവൺമെന്റ് കൈക്കൊള്ളുമെന്ന പ്രത്യാശയാണ് ഈ ശാസ്ത്രകാരന്മാർക്കുള്ളത്. നമ്മുടെ ആരോഗ്യത്തിനും നമ്മളെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാനുമുള്ള താൽപര്യം എത്രയും വേഗം നടപ്പാക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. കർഷകരും ഉപഭോക്താക്കളും ഒന്നടങ്കം ഇതാവശ്യപ്പെടുന്നു.
നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വിഷമയമല്ലാത്ത പച്ചക്കറികളുടെ മേന്മ സമ്പന്നമാകട്ടെ. അതിനുള്ള ഏത് സംരംഭങ്ങൾക്കും സർവാത്മന സഹകരിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേര വികസന ബോർഡിന്റെ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ഭക്ഷ്യസുരക്ഷ വിജ്ഞാപനത്തിന് അംഗീകാരം. റബ്ബർ കൃഷി ധനസഹായത്തിന് അപേക്ഷ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേരകൃഷി വ്യവസായ മേഖലയിൽ മികവും വൈദഗ്ധ്യവും പ്രോത്സാഹിപ്പിക്കാൻ നാളികേര വികസന ബോർഡ് വിവിധ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കേരകർഷകൻ, കേരോൽപ്പന്ന നിർമ്മാതാവ്, ഗവേഷകൻ, കേരാധിഷ്ഠിത കരകൌശല വസ്തുനിർമ്മാണത്തിൽ വിദഗ്ധൻ, കേരോൽപ്പന്ന കയറ്റുമതി വ്യാപാരി, കേരവികസന മേഖലയിലെ വിജ്ഞാന വ്യാപന പ്രവർത്തകൻ, മേഖലയിലെ സഹകരണ സംഘം, സർക്കാരിതര സംഘടന, തെങ്ങ് കയറ്റക്കാരൻ, നാളികേര ഉൽപാദക സംഘം, വനിതാ നേതൃത്വത്തിലുള്ള നാളികേര സംസ്കരണ യൂണിറ്റ് എന്നിങ്ങനെയാണ് അവാർഡുകൾ. കേരകർഷകൻ അവാർഡിനുള്ള നാമനിർദ്ദേശം ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 15 മറ്റപേക്ഷകൾ ജൂലൈ 20 മുൻപ് ലഭിച്ചിരിക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം: ചെയർമാൻ, നാളികേര വികസന ബോർഡ്, കൊച്ചി 11. സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.coconutboard.nic.in. പത്തനംതിട്ട ജില്ലയിലെ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് 2012-13 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് ക്ഷേമനിധി അംഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ച് 2013 മാർച്ച് മാസത്തിൽ നടന്ന SSLC, THSSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും D+ൽ കുറയാത്ത ഗ്രേഡ് വാങ്ങിയിരിക്കണം. അപേക്ഷ ജൂലൈ 10 മുൻപ് പത്തനംതിട്ട കളക്ടറേറ്റിന് സമീപമുള്ള ഡിവിഷണൽ ഓഫീസിൽ ലഭിച്ചിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0468 23 27 415. ഭക്ഷ്യസുരക്ഷാ വിജ്ഞാപനത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഗ്രാമീണ മേഖലയിൽ 75% പേർക്കും പട്ടണ പ്രദേശങ്ങളിൽ 50% പേർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഒരാൾക്ക് പ്രതിമാസം 5 കിലോഗ്രാം ധാന്യം സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന നേട്ടം. അരി കിലോഗ്രാമിന് 3 രൂപ നിരക്കിലും ഗോതമ്പ് 2 രൂപ നിരക്കിലും ചെറുധാന്യങ്ങൾ 1 രൂപ നിരക്കിലുമാണ് ലഭ്യമാക്കുക. ഗർഭിണികൾക്ക് 6000 രൂപയിൽ കുറയാത്ത ആനുകൂല്യം ലഭിക്കും. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കാനും വ്യവസ്ഥയുണ്ട്. വനിതാ ശാക്തീകരണം ഇതിന്റെ ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ നിർവഹണം സംബന്ധിച്ച പരാതി പരിഹാര സംവിധാനം തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിനാണ് ഇതിന്റെ നിർവഹണ ചുമതല. ഇന്ത്യൻ കൌൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് കൃഷിയുടെ വിഭിന്ന മാനങ്ങൾ എന്ന വിഷയത്തിൽ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. www.facebook.com ഇൻ അഗ്രി സെർച്ച് എന്ന ഫേസ്ബുക്ക് പേജിൽ രജിസ്റ്റർ ചെയ്യാനും ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾക്ക് വോട്ട് ചെയ്യാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. റബ്ബർ ആവർത്തന കൃഷിക്കും പുതുകൃഷിക്കും റബ്ബർ കൃഷി വികസന പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിന് റബ്ബർ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. 2013 കൃഷി ചെയ്തതോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ സ്ഥലത്തിന്റെ ഏകദേശ സ്കെച്ചിന്റെയും അപേക്ഷയുടെയും 2 കോപ്പികൾ വീതം ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസിൽ ഡിസംബർ 31 ലഭിച്ചിരിക്കണം. അപേക്ഷാ ഫാറവും വിശദ വിവരങ്ങളും റബ്ബർ ബോർഡിന്റെ എല്ലാ റീജിയണൽ ഓഫീസുകളിലും ഫീൽഡ് സ്റ്റേഷനുകളിലും 5 രൂപ നിരക്കിൽ ലഭ്യമാണ്. കൂടാതെ റബ്ബർ ബോർഡിന്റെ www.rubberboard.org.in എന്ന വെബ്സൈറ്റ് വഴിയും അപേക്ഷ സമർപ്പിക്കാം. കോഴി ഫാമുകൾ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളായി മാറുന്നു. തമിഴ്നാട് നാമക്കലുള്ള ശാലൈ ശിവപ്രകാശം എന്ന പൌൾട്രി കർഷകനാണ് ഇതിന് തുടക്കമിട്ടത്. ദിവസവും 6000 ടൺ കോഴിക്കാഷ്ടം ശേഖരിച്ച് പവർ പ്ലാന്റിന്റെ സഹായത്തോടുകൂടി മണിക്കൂറിൽ
16 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞുള്ള സ്ലറി ജൈവവളമായി കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റിന് UNDP അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ശാലൈ ശിവപ്രകാശുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0944344737. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 18,800 രൂപ, റബ്ബർ RSS 5 കിൻഡലിന് 17,800 രൂപ, വെളിച്ചെണ്ണ 6,750 രൂപ, കൊപ്ര കിൻഡലിന് 4,775 രൂപ, കുരുമുളക് 40,500 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 250 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 425 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 40,500 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 39,000 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 39,000 രൂപ, വയനാടൻ കുരുമുളക് 39,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 4,725 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ, കാസർഗോഡ് 4,300 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ 7,267 രൂപ, കോട്ടയം 7,250 രൂപ, ആലപ്പുഴ 6,850 രൂപ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിലെ താപനില. കണ്ണൂർ കൂടിയ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 27.6, 22.2. കൊച്ചി 31, 21.6. ആലപ്പുഴ 30.2, 23.5. പുനലൂർ 28.6, 22.4. തിരുവനന്തപുരം കൂടിയ താപനില 29.5, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.